ഫ്രണ്ട്സ്, ഞാൻ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ വന്ന 10 ചോദ്യങ്ങൾ വീതം ഒരാഴ്ച ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ മത്സര പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളുണ്ടാവുക. ആദ്യ ഭാഗത്ത് ആ ചോദ്യങ്ങൾ മാത്രം നമുക്ക് കാണാം, അത് വെച്ച് ചെയ്ത് നോക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് ഉത്തരങ്ങൾ ചർച്ച ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്, ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തിയാൽ. അപ്പോൾ let us start. See the questions. Raju enjoys the drama of Shakespeare. See the options. Read, reading, to read, to be reading. Which is the right answer? Do it. Some accidents by rash driving. Which is the right answer? You have to select it. Cost, are caused, are causing, causing. Which is the right answer? Next one. Fill in the blanks with suitable tense form of the verb. Managing director is away on tour. He dares to London. What's the right answer? Went, has been, has gone, is gone. Next, the earth around the sun. Revolve, revolves, revolving, revolved. Next, children dash afraid of snakes. And, are, were, is. Fill in the blanks with the correct report speech. Rani asked the girl what was she doing, what she was doing, what she would done, what did she. Seventh one. Fill in the blanks with suitable question tags. Children play football. Did they? Do they? Don't they? Didn't they? Eighth one. Meena danced well. You have to add suitable question tags. Does he? Did he? Doesn't she? Didn't she? Ninth one. Find out suitable one word for the following. One who believes in God. Atheist, secularist, theist, devotee. A person having profound knowledge. Clever, hero, scholar, intelligent. Now these are the questions. I think you have done it. Now let us move on to the answer, right? While discussing, be careful. Then you will get not only the explanation for one question, you can attend this type of any question of this type. ഈ തരത്തിലുള്ള ഏത് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും. കുറേ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു വിൽ ബി കോൺഫിഡൻറ്റ്, റൈറ്റ്? ശ്രദ്ധിച്ച് നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് രാജു എൻജോയ്സ് ദ ഡ്രാമ ഓഫ് ഷേക്സ്പിയർ. എന്താണ് അവിടുത്തെ ഗ്രാമർ എന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് അവിടെ പരിശോധിക്കുന്ന എലിമെന്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഇതിന്റെ അർത്ഥം എല്ലാവർക്കും പറയാം. ഷേക്സ്പിയറിന്റെ ഡ്രാമ രാജു ആസ്വദിക്കുന്നു എന്നാണ് നമുക്കറിയാം. അത് ഗ്രാമർ എൻജോയ് എന്നുള്ള വേർബിന്റെ പ്രത്യേകതയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താ എൻജോയ് എന്നുള്ള വേർബിന്റെ പ്രത്യേകത എന്താ? അതിന് ശേഷം വരുന്ന വേർബ് എപ്പോഴും ING ഫോമിലായിരിക്കും എന്നതാണ് അതിന്റെ പ്രത്യേകത. ശ്രദ്ധിക്കണേ. അതായത് എൻജോയ്സ് റീഡിങ് എന്നേ പറയുള്ളൂ, എൻജോയ്സ് റീഡ് പറയില്ല. അതായത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ നിയമതാണ് എൻജോയ് പ്ലസ് ING, എൻജോയ് ഡൂയിങ് എന്നാണ് സാധാരണ ഉപയോഗിക്കുക. അത് അറിയുന്ന ആളുകൾ ടെസ്റ്റ് ചെയ്യുന്നത്. റെഡിയല്ലേ? ദാറ്റ് ഈസ് ദ വേർബ് എൻജോയ്സ് ഫോളോഡ് ബൈ ING. അതാണ് അവിടുത്തെ നിയമം. കുറച്ച് കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ അതിനുശേഷം ING വരുന്ന കുറച്ച് വേർബുകൾ നമുക്ക് പരിചയപ്പെടാം. സ്റ്റോപ്പ്, ഡിലേ, ഫാൻസി, കൺസിഡർ, അഡ്മിറ്റ്,
മിസ്, ഇൻവോൾവ്, ഫിനിഷ്, പോസ്റ്റ്പോൺ, ഇമാജിൻ, അവോയ്ഡ്, ഡിനൈ, റിസ്ക് ആൻഡ് പ്രാക്ടീസ്. ഇതിനൊക്കെ ശേഷം സാധാരണഗതിയിൽ ING ചേർന്നിട്ടാണ് വരിക. ക്ലിയർ ആണല്ലോ? ഐ തിങ്ക് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ആക്സിഡൻസ് ഡാഷ് ബൈ റാഷ് ഡ്രൈവിംഗ്. ശ്രദ്ധിക്കണേ, എന്താണ് അവിടുത്തെ ഗ്രാമർ, എന്താണ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൽ പാസീവ് കൺസ്ട്രക്ഷന്റെ രൂപം അവിടെ ഉള്ളത്. സം ആക്സിഡൻസ് കഴിഞ്ഞിട്ട് എന്തോ വേർബാണ് നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം അവിടെ ഏജന്റാണ് വരുന്നത്, ആ തലത്തിലാണ് വരുന്നത്. നമുക്ക് പാസീവിന്റെ രൂപമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും. ബി പ്ലസ് ബിക്ക് ശേഷം നമ്മൾ V3 വെക്കുക ചെയ്യുക. ബിന്റെ ഫോമിന് ശേഷം V3 വെക്കുക ചെയ്യുക. വാട്ട് വിൽ ബി ദ ആൻസർ ദെൻ? ആർ കോസ്റ്റ് എന്നാണ് വരിക. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ആർ കോസ്റ്റ് എന്നാ വരിക. നോക്കണേ, പാസീവ് ആണ്. അപ്പൊ B + V3 ആണ്. B എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശദമായിട്ട് പാസീവ് ചർച്ച ചെയ്യും, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്, ചർച്ച ചെയ്യുകയും ചെയ്യും. ബി എന്നുള്ളതിന്റെ രൂപങ്ങൾ നമുക്കറിയാം. പ്രസന്റിലാണെങ്കിൽ ഇസാമാർ ആണ്, പാസ്റ്റിലാണെങ്കിൽ വാസ്വാർ ആണ്, പെർഫെക്റ്റിലാണെങ്കിൽ ബീൻ ആണ്, കണ്ടിന്യൂസിലാണെങ്കിൽ ബീങ് ആണ്. സാധാ ഇതിൽ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ബി തന്നെയാണ് വെക്കുക, നമുക്കറിയാത്. അപ്പൊ ആർ കോസ്റ്റ് എന്നാണ് പറയേണ്ടത്. റെഡി അല്ലേ? തേർഡ് വൺ, fill in the blanks with a suitable tense form of the verb. The managing director is away on tour. He dashed to London. ഇത് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. പല പരീക്ഷകളും ഇത് വരാറുണ്ട്. അതായത് മാനേജിംഗ് ഡയറക്ടർ ഇവിടെ ഇല്ല, അദ്ദേഹം ലണ്ടനിലേക്ക് പോയതാണ് എന്നാണ് വേണ്ടത്. ഇത് രണ്ട് സാധനങ്ങളാണ് സാധാരണ വെച്ച് തരിക. ടെൻസ് അത് ടൈം എലിമെന്റ് നമുക്ക് വെല്ലൊക്കെ വെക്കേണ്ടി വരും. അങ്ങനത്തെ അല്ലാതെ വരുമ്പോൾ രണ്ട് സാധനം അറിയുമെന്നുള്ള അറിയാനാണ് ഇങ്ങനത്തെ ചോദ്യം വരും. ഒന്ന് ഹാസ് ബീനും ഒന്ന് ഹാസ് ഗോണാണ്. അത് തമ്മിലുള്ള വ്യത്യാസമാണ് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പാസ്റ്റിന്റെ ടൈം എലിമെന്റ് കാണിക്കുന്ന ഒരു അഡ്വേർബ് ഉണ്ടെങ്കിൽ നമ്മൾ വെല്ലൊക്കെ അങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്ക് ആലോചിക്കാം. ഇവിടെ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹം ടൂറിലാണ്, പിന്നെ ദാറ്റ് മീൻസ് ഹീസ് നോട്ട് അറ്റ് സ്റ്റേഷൻ. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഇല്ല എന്ന സെൻസ് ആണ്. അദ്ദേഹം എങ്ങോട്ട് പോയതാണ്? ലണ്ടനിലേക്ക് പോയതാ. അപ്പൊ നമ്മൾ പറയേണ്ടത് ഹാസ് ഗോൺ ആണ്. ശ്രദ്ധിച്ചോളിട്ടോ. അതായത് ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേഷൻ എന്ന അർത്ഥം, ഇവിടെ ഇല്ല ആള് എന്ന അർത്ഥം. അതേസമയത്ത് ഹാസ് ബീൻ നമ്മൾ ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം ഹാസ് ഗോൺ ബട്ട് നൗ അറ്റ് ദ സ്റ്റേഷൻ എന്നാണ്. പോയിരുന്നു പക്ഷെ എപ്പോ ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്കറിയാം, ചെറുപ്പത്തിൽ പഠിച്ചൊരു പാട്ടൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവും. Where have you been? I have been to London to look at the key. നമുക്കറിയുന്ന വെറുതെ പറഞ്ഞോളൂ. അവിടെ നമുക്ക് അറിയുന്നത് തിരിച്ചു വന്നതിന് ശേഷം ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പോയി വന്നു, ഇപ്പൊ സ്ഥലത്തുണ്ട്. അപ്പോഴാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ഹാസ് ബീൻ ഉപയോഗിക്കുക. ശ്രദ്ധിക്കണേ, ഹാസ് ഗോൺ എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, സ്ഥലത്തില്ല എന്ന് കാണിക്കാനാ പറയാം. ക്ലിയർ ആണല്ലോ? ഫോർത്ത് വൺ, ദി എർത്ത് ഡാഷ് അറൗണ്ട് ദ സൺ. നമുക്കറിയാം അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ഒന്ന് ടെൻസ് വരുന്നുണ്ട്, രണ്ടാമത്തത് കോൺകോഡ് വരുന്നുണ്ട്. ഇപ്പൊ ടെൻസിൽ എന്താ വരുന്നത്? അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അതായത് പ്രാപഞ്ചിക സത്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് മാത്രം ഉപയോഗിക്കാവും, നമുക്കറിയാം. പിന്നെ ദി എർത്ത് എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പൊ നമുക്കറിയാം എന്ത് വെക്കണം, എസ് വെക്കണം, നമുക്കറിയാം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് കോൺകോഡാണ്, സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് ആകുമ്പോൾ കോൺകോഡാണ്, ടെൻസും വരും. റെഡി അല്ലേ? പ്രധാനമായിട്ട് കോൺകോഡാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് താഴെ അങ്ങനെയാണ് എഴുതിയത്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് ഇത് വെക്കുന്നത്, അതറിയാലോ. ഇപ്പൊ എങ്ങനെ വരിക? ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ എന്നാണ് പറയേണ്ടത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ചിൽഡ്രൻ ഡാഷ് അഫ്രെയ്ഡ് ഓഫ് സ്നേക്സ്. അത് യഥാർത്ഥത്തിലൊരു സത്യമല്ലേ? എല്ലാ കുട്ടികൾക്കും പാമ്പിനെ പേടിയാണ്, പാമ്പുകളെ പേടിയാണ്. ശ്രദ്ധിക്കണേ, നോക്കണേ. ഇവിടെ ഓപ്ഷൻ കൊടുത്തുള്ള ആമ് പറ്റൂലല്ലോ. കോൺകോഡ് വെച്ച് വരുമ്പോൾ നമുക്കറിയാം ചിൽഡ്രൻ പ്ലൂറലാണ്, ആമ് പറ്റൂല. ആറ് പറ്റും, നമുക്ക് സംശയം. വേറും പറ്റും, പക്ഷെ അതിൽ പൊതു സ്വഭാവം ഏറ്റവും നല്ലത് ഏതാണ്? ആറാണ്. റെഡി അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ശ്രദ്ധിക്കണേ, പ്ലൂറൽ സബ്ജക്റ്റിന്റെ ഒപ്പം പ്ലൂറൽ വെർബാണ് നമ്മൾ വെക്കേണ്ടത്. ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ആറായത്. റെഡി അല്ലേ? നെക്സ്റ്റ് വൺ ഈസ് fill the blanks with correct report speech. നല്ലോണം ശ്രദ്ധിക്കണം, സിമ്പിൾ ആയിരിക്കും ഇതൊക്കെ, നല്ലോണം ശ്രദ്ധിക്കുക. റാണി ആസ്ക്ഡ് ദ ഗേൾ. എന്താ അതിന് ശരി? വാട്ട് വാസ് ഷീ ഡൂയിങ് അല്ല, വാട്ട് ഷീ വാസ് ഡൂയിങ് ആണ്. എന്തുകൊണ്ടാണ് ശരിയായത്? ശ്രദ്ധിക്കണം. എന്താണ് റിപ്പോർട്ട്, WH ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന ഫോർമുല എന്താ?
SVH, ക്വസ്റ്റ്യൻ വേർഡ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് RPS. ഓർക്കാൻ നല്ല എളുപ്പമാണ്. SVO ആലോചിച്ചാലും മതി. സബ്ജക്റ്റ് അതായത് സ്പീക്കർ പറയുന്ന ആളുണ്ടാവും, റിപ്പോർട്ടിംഗ് വേർബ് വേണം. ഹിയറർ പറയുന്നെങ്കിൽ പറയാം, നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഹിയറർ പറയും. ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ ഇമ്പരറ്റീവിലും ഇൻട്രോഗേറ്റീവിലും ഇമ്പരറ്റീവിലും സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹിയറർ പറയാറുണ്ട്. അതുപോലെ അസർട്ടീവ് നമ്മൾ ചെയ്യുമ്പോൾ ടോൾഡ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹിയറർ പറയാറുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതില്ലാതെ പറയും. ഇപ്പം സബ്ഡോ റിപ്ലൈയിലൊക്കെ ആണെങ്കിൽ റെഡി അല്ലേ. അപ്പൊ ശ്രദ്ധിക്കണം, ഹിയറർ ഉണ്ടെങ്കിൽ അത് പറയണം. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വേർഡ് ആവേണ്ടത്, പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ആവേണ്ടത്, അതിന് വെർബ് വേണം, റിമൈനിങ് പാർട്ട് ഓഫ് ദ സെന്റൻസ് ബാക്കിയുള്ള അതുപോലെ എഴുതണം. റെഡി തന്നെ. ഇവിടെ ആലോചിച്ച് നോക്കി, സ്പീക്കർ ആരാ പറയുന്നത്, റാണിയാണ്. റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് ആണ്. ഹിയർ ആരാ, ദ ഗേൾ ആണ്. ഇനി നമുക്ക് വേണ്ട ക്വസ്റ്റ്യൻ വേർഡ് ആണ്, അത് വാട്ട് ആണ്. സെന്റൻസിലെ സബ്ജക്റ്റ് ഷീ ആണ്. വേർബ് വാസ് ഡൂയിങ് ആണ്. ബാക്കിയൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യും വേണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ ഡിയേഴ്സ്. നൗ റാണി ആസ്ക്ഡ് നോക്കണേ. റാണി ആസ്ക്ഡ് the girl what she was doing. അതോളൂ RPS ഇല്ല. റെഡി അല്ലേ? ഓക്കെ. 7th one, fill in the blanks with suitable question tag. Children play football. നല്ലോണം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ ടാഗ് വിശദമായ എല്ലാ തലത്തിൽപ്പെട്ട ക്വസ്റ്റ്യൻ ടാഗുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള വീഡിയോസ് വിട്ടിട്ടുണ്ട്, ക്ലാസ്സുകൾ വിട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കണം നിങ്ങൾ. അതായത് നോക്കണേ, ഡിഡ് ദേ ഉണ്ട്, ഡു ദേ ഉണ്ട്, ഡോൺ ദേ ഉണ്ട്, അതുപോലെ ഡിഡിൻ ദേ ഉണ്ട്. ഏതാ ശരി? ഡോൺ ദേ ആണ്. എന്തുകൊണ്ടാണ് ശരിയായത്? ക്വസ്റ്റ്യൻ ടാഗിന്റെ ഫോർമുലതാണ് ഓക്സിലറി ഇൻഡ് പ്ലസ് പ്രൊനൗൺ. ഓക്സിലറി നമുക്ക് അറിയുന്നതാണ് ഇസമാർ വാസ് വേർ, പിന്നെ ഈസ്, അത് കഴിഞ്ഞാൽ പിന്നെ ഹാവിന്റെ രൂപങ്ങൾ ഹാവ്, ഹാസ്, ഹാഡ്. അതേപോലെ ഡൂന്റെ രൂപങ്ങൾ ഡു, ഡിഡ്, ഡസ്. അത് കഴിഞ്ഞാൽ നമ്മൾ താഴത്ത് പറയുന്ന ഓക്സിലറീസ് നമുക്കറിയാം. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, മേ, മൈറ്റ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, നീഡ്, നമുക്കറിയാം. 24 ഓക്സിലറീസ് നമുക്കറിയാം. 24 ഓക്സിലറീസ്. അപ്പൊ അതുണ്ടെങ്കിൽ അതാണ് നമ്മൾ വെക്കേണ്ടത്. അത് നെഗറ്റീവ് വേർഡ് സെന്റൻസിൽ ഇല്ലെങ്കിൽ നമ്മൾ ഇൻഡ് വെക്കണം. ശ്രദ്ധിക്കണേ, നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിൽ ഇൻഡ് വെക്കണ്ട. പ്രോനൗൺ ആണ് പിന്നെ വെക്കേണ്ടത്. സബ്ജക്റ്റിന് നൗൺ ആണെങ്കിൽ പകരമുള്ള പ്രോനൗൺ ആണ് വെക്കേണ്ടത്. എല്ലാ പ്രോനൗണും നമ്മൾ വെക്കൂല. ടാഗ് വരുന്ന പ്രോനൗൺ പ്രത്യേകം ചർച്ച ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ പ്രോനൗൺ നമുക്കറിയാം. ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. അതേപോലെ തന്നെ വേർ വരും. ചിലപ്പോൾ വൺ ഉപയോഗിക്കും. ഇതല്ലാത്ത ഒന്നും സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. അത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. നോക്കാം നിങ്ങൾ. ഇവിടെ ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ എന്നാണ്. നമ്മൾ ആദ്യം ടാഗ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് അതിൽ ഓക്സിലറി ഉണ്ടോ എന്നാണ്. നമുക്കറിയാം അതിൽ ഓക്സിലറി ഇല്ല. പ്ലേ അപ്പൊ പിന്നെ വേർബ് നോക്കണം. വേർബ് ഏതാ? പ്ലേ ആണ്. പ്ലേ ഏത് ടെൻസ് ആണ്? നമുക്കറിയാം പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ നോക്കണേ യെസ് ഉണ്ടോ നോക്കണം. യെസ് ഇല്ല. യെസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡു എഴുതുക. എന്നിട്ട് നോക്കിക്കോളൂ. വേർബ് പ്ലേ ആണ്. അപ്പൊ ഓക്സിലറി ഏതാണ്? ഡു ആണ്. ഇതിൽ നെഗറ്റീവ് വേർഡ് ഇല്ല. അതുകൊണ്ട് എന്ത് ചേർക്കണം നോക്കണേ. നോ നെഗറ്റീവ് വേർഡ്, അതുകൊണ്ട് എന്ത് ചേർത്തു? ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇൻഡ് ചേർത്തു. ഇപ്പൊ നെഗറ്റീവ് വേർഡ് ഉണ്ടെങ്കിലോ ഇവിടെ ഇൻഡ് വേണ്ട, ഡു മതി. ഇനി അടുത്തത് പ്രോനൗൺ ആണ്. നമുക്ക് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേർഡ് പേഴ്സൺ പ്ലൂറൽ ആണ്. ഇങ്ങനെ ആകുമ്പോൾ ദേ എന്നാ നമ്മൾ പറയേണ്ടി വരിക, അവർ എന്നാ പറയേണ്ടി വരിക. അങ്ങനെ ആകുമ്പോൾ എന്താ ടാഗ്? ഡോണ്ട് ദേ എന്നാവും ടാഗ്. ക്ലിയർ ആണല്ലോ? സിമ്പിൾ ആയിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് പോയാൽ, നന്നായി ചെയ്തു പോയാൽ ഒരു കാരണവശാലും തെറ്റൂല. എളുപ്പമാണ്. നല്ലോ മനസ്സിലാക്കി പോകണം. ആശയക്കുഴപ്പമുണ്ടാവരുത്. 8th one is മീന ഡാൻസ്ഡ് വെൽ. ടാഗ് ചേർക്കാനാണ്. അത് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡസ് ഷി, ഡിഡ് ഷി, ഡസിൻഡ് ഷി, ഡിഡിൻഡ് ഷി. നമ്മൾ നേരത്തെ പറഞ്ഞ അനലൈസ് ചെയ്ത് നോക്കും. ഡാൻസ്ഡ് ആണ് വെർബ്, ഓക്സിലറി ഇല്ല. ഇപ്പം ഡാൻസ്ഡ് ആണ് വെർബ് നമുക്കറിയാം. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണം കേട്ടോ. നമ്മൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് അത് എഴുതാവുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വേണമെന്നവർക്ക് റൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടങ്ങുന്നത് എപ്പോഴും ചെറിയക്ഷരം കൊണ്ടാണ് തുടങ്ങുക. അതായത് ആ സെന്റൻസിന്റെ ഭാഗം കോമട്ടിട്ട് നമ്മൾ ചെറിയക്ഷരം കൊണ്ടാണ് തുടങ്ങുക, സ്മോൾ ലെറ്റർ കൊണ്ടാണ് തുടങ്ങുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ലാസ്റ്റ് നിന്ന് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. നോക്കണേ, ഡാൻസ്ഡ് എന്നാണ് വേർബ്. അങ്ങനെ ആവുമ്പോൾ അതിൽ ഓക്സിലറി ഡിഡ് ആണ്. പ്രസന്റ് ആണെങ്കിൽ ഡുവോ ഡസോ വരാം. അത് തിരിച്ചറിയില്ല. എങ്ങനെ? യെസ് ഉണ്ടെങ്കിൽ ഡാൻസിസ് എന്നാണെങ്കിൽ ഡസ് വെക്കേണ്ടി വരും. ഡാൻസ് മാത്രമാണെങ്കിൽ ഡു വെച്ചാൽ മതി.
ഡാൻസ്ഡ് പാസ്റ്റ് ആണ്, ഒന്നും ആലോചിക്കാനില്ല. V2 ഫോം ആണെങ്കിൽ ഡിഡ് വെക്കുക. നെഗറ്റീവ് ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, നെഗറ്റീവ് വേർഡ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഇൻഡ് വെച്ചു. ഡിഡിൻഡായി. മീന എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, ഫെമിനിൻ ജെൻഡർ ആണ്, സ്ത്രീലിംഗാണ്. അപ്പൊ നമുക്ക് ഇത് പേഴ്സൺ ആണ്, അതുകൊണ്ട് നമ്മൾ ഷീ എന്നാണ് കറസ്പോണ്ടിങ് ആയ ഏത് പ്രാണം. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ എങ്ങനെ വരിക? മീന ഡാൻസ്ഡ് വെൽ, ഡിഡിൻഡ് ഷീ എന്നാ വരിക. ക്ലിയർ ആണല്ലോ? Now next question, find out suitable one word for the following. One who believes in God. ദൈവത്തെ വിശ്വസിക്കുന്ന ആളെ നമ്മൾ എന്താ പറയാ? ദൈവവിശ്വാസിനെ നമ്മൾ എന്താ വിളിക്കുക? ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് അംഗീകരിക്കുന്ന ആൾ. അത് പല രീതിയിൽ പല ഡിക്ഷണറിയിൽ അർത്ഥങ്ങൾ കാണാം. അതാ ഉദ്ദേശിക്കുന്നത്. റെഡി അല്ലേ? നോക്കണേ. എത്തിസ്റ്റ് അല്ല, സെക്കുലറിസ്റ്റ് അല്ല, തെയിസ്റ്റ് ആണ്. റെഡി അല്ലേ? ഡിവോട്ടി അല്ല. എന്താ അതിന്റെ അർത്ഥം? എന്താ എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? someone who denies the existence of God. ദൈവമില്ല, ദൈവത്തിന്റെ അസ്തിത്വത്തെ എന്ത് ചെയ്യുന്ന, നിഷേധിക്കുന്ന നിരീശ്വരവാദിയാണ് എത്തിസ്റ്റ്. സെക്കുലറിസ്റ്റ് നമുക്കറിയാം, an advocate of secularism, someone who believes that religion should be excluded from government and education. സ്റ്റേറ്റിന്റെ കാര്യങ്ങളിൽ നിന്ന് മതം മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ചിന്താധിക്കാരാണ് സെക്കുലർ മതേതരവാദികൾ. അത് പല സ്ഥലത്തും പല കോൺസെപ്റ്റ്. നമ്മളെ മതത്തിൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇടപെടാറൊക്കെ എന്നുള്ളതാണ്. എല്ലാവർക്കും അവനവന്റെ സ്വന്തമുള്ള രീതിയിൽ. അത് നമുക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് തെയിസ്റ്റ് എന്ന് പറഞ്ഞ വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞു. ഡിവോട്ടി എന്ന് പറഞ്ഞാൽ an ardent follower or and admirer. അതായത് എന്താ പറയുക, അതിനെ ഭക്തൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. റെഡി അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ, എ പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ്. ശ്രദ്ധിക്കണം. എ പേഴ്സൺ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ് എന്താ അതിന്റെ അർത്ഥം? നല്ല വിവരമുള്ള ഒരാള്. അയാളെന്താ നമ്മൾ വിളിക്കുക? ക്ലെവർ ആണോ? അല്ല. ഹീറോ ആണോ? അല്ല. സ്കോളർ എന്നാ വിളിക്കുക. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇന്റലിജന്റ് എന്ന് പറഞ്ഞ ബുദ്ധിയില്ല എന്നാണ് ചിലയിടത്ത് അങ്ങനെ കാണാറുണ്ട്. ചില ഡിക്ഷണറിയിൽ ഹാവിംഗ് പ്രൊഫൗണ്ട് നോളജ് എന്ന് അർത്ഥമുണ്ട്, സൗണ്ട് നോളജ് എന്നൊക്കെ അർത്ഥം കാണാറുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു നൗണ് എഴുതാനാണ്. സ്കോളർ ആണ് നൗണ്, ഇന്റലിജന്റ് അഡ്ജക്റ്റീവ് ആണൊക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇത് ഇവിടെ പറ്റുള്ളൂ, സ്കോളറെ പറ്റുള്ളൂ. ശ്രദ്ധിക്കണേ. ക്ലെവർ, മെന്റലി ക്വിക്ക് ആൻഡ് റിസോഴ്സ്ഫുൾ. Hero, a man distinguished by exceptional courage and nobility and strength. Scholar, a person having profound knowledge. Intelligent, having a capacity for thought and reason, especially to a high degree. അപ്പോൾ ഡിക്ഷണറിയിലെ അർത്ഥങ്ങൾ ഓരോന്നും വ്യത്യസ്തമായ അർത്ഥങ്ങൾ എന്ത് ചെയ്യാം ഉണ്ടാവും. ആശയങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കും. റെഡി അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, നൗ ഐ തിങ്ക് യു ഹാവ് ലേൺഡ് ഓൾ ദീസ് തിങ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. If you are interested, please subscribe for the next part. Meet you again. Till then, goodbye.